നമുക്ക് കുറച്ച് കൂർക്ക ഇട്ടിട്ടുണ്ട്. പിന്നെ കൂർക്കേന്നും ചീവക്കിഴങ്ങെന്നും ഒക്കെ പറയും. നമുക്കിതൊന്ന് തോരൻ വെച്ചെടുക്കാം. ഇതിനുള്ള അരപ്പാണ്. തേങ്ങയ്ക്കകത്ത് വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, പച്ചമുളക് ചേർത്ത് ചതച്ച് വെച്ചേക്കുവാണ്. ഇതൊരു സവാള എടുത്തിട്ടുണ്ട്. കൊച്ചുള്ളിയാണ് നല്ലത്. കൊച്ചുള്ളി തോനെ എടുക്കുകയാണെങ്കിൽ രുചി കൂടും. പിന്നെ കറിവേപ്പില, പച്ചമുളക്. ഇനി നമ്മുടെ മെയിൻ ഐറ്റം കൂർക്ക ഞാൻ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഒഴിച്ച്, ഉപ്പൊന്നും ഇട്ടിട്ടില്ല, വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടേ. നമുക്ക് ചട്ടി വെച്ച് ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ 3 ടീസ്പൂൺ എണ്ണയാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യമുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച വറ്റൽമുളകും ഒരു സവാള അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെള്ളമൊക്കെ ഊറ്റി വെച്ച കൂർക്ക അല്ലെങ്കിൽ ചീവക്കിഴങ്ങ് നമുക്ക് ഇതിനകത്തിട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കണേ. ഇതിൻ്റെ നടുക്കോട്ടിനി നമ്മൾ ചതച്ച് വെച്ചിരുന്ന തേങ്ങ ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി സൈഡിലുള്ള കിഴങ്ങെല്ലാം ഈ അരപ്പിൻ്റെ മണ്ടയ്ക്കോട്ട് ഇങ്ങനെ കത്തിപ്പൊത്തി വെച്ച് കൊടുക്കണം. നമ്മൾ ഇട്ടുകൊടുത്ത അരപ്പും ആ സവാളയൊന്ന് വേവാൻ വേണ്ടി മാത്രം ഒരിച്ചിരി വെള്ളം സൈഡിലൂടെ ഇങ്ങനെ ചുറ്റിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് നമുക്ക് ആ വെള്ളം പറ്റുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ അടച്ച് വെച്ചിട്ടൊരു 5 മിനിറ്റായി. നമുക്ക് തുറന്ന് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എല്ലാം കൂടെ വെള്ളമൊന്നുമില്ല, എല്ലാം വെന്തിട്ടുണ്ട്. അരപ്പും സവാള എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കൂർക്കത്തോരൻ അല്ലെങ്കിൽ ചീവക്കിഴങ്ങ് തോരൻ എന്നൊക്കെ പറയുന്നത്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ലൊരു കറിയാണ്, നല്ല രുചിയാണ് ഇതിന്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.